എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് നമ്മുടെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ മലയാളം സ്വരാക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ചെടുക്കാനായിട്ട് കുട്ടികളെ പഠിപ്പിച്ചെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് അവരെ റീഡ് ചെയ്യുന്നതിൽ അവർക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ക്ലൂസ് ആയിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഈ ക്ലൂസ് പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ കുട്ടികൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കും. ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ചൊരു ചെറിയ ക്ലൂസൊക്കെയാണ്. ഇതിൽ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒത്തിരി കുട്ടികൾക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ട്യൂഷൻസിലും അതുപോലെ തന്നെ നമ്മൾ പഠിപ്പിക്കുന്ന സ്കൂളിലുമൊക്കെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ കുട്ടികൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇത് ഓരോ ലെറ്റേഴ്സ് മിസ്സിങ് ആവാതെ അവർ പിക്കപ്പ് ചെയ്യുന്നത് കണ്ടതുകൊണ്ടാണ് ഇത് ധാരാളം കുട്ടികൾക്കായിട്ട് ഉപകാരപ്പെടട്ടെ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാനിന്ന് ഈ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് ജസ്റ്റ് നോക്കിയാലോ സ്വരാക്ഷരങ്ങളുടെ നമുക്ക് പറയുമ്പോൾ അത് ഓർത്തോർത്തിട്ട് പഠിക്കാനായിട്ട് ചെറിയ ക്ലൂസ് എങ്ങനെ ആഡ് ചെയ്തേക്ക് നോക്കാം. അപ്പോൾ നമ്മൾ സ്വരാക്ഷരങ്ങളാണ് നമ്മൾ ബോർഡിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കിക്കേ നോക്കിക്കേ, ഈ സ്വരാക്ഷരങ്ങളെല്ലാം നമുക്ക് ടിൻസ് പീപ്പിളും ട്രിപ്പിൾ പീപ്പിളും ഒക്കെ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ടിൻസ് ബേബീസിനൊക്കെ കണ്ടിട്ടില്ലേ, അവരൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത്, ഒരുപോലെ ഇരിക്കും. ചില ആളുകൾക്ക് ചില ഡിഫറൻസ് ഉണ്ടാകും. അപ്പോൾ അതുപോലെ സ്വരാക്ഷരങ്ങളിൽ ടിൻസ് ബേബീസും ഉണ്ട്. നമ്മൾ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ചില വീട്ടിലൊക്കെ ട്രിപ്പിൾ ബേബീസൊക്കെ ഒറ്റ ഡെലിവറിക്ക് ഉണ്ടാവാറില്ല. അതുപോലെ നമുക്ക് ട്രിപ്പിൾ ബേബീസും ഉണ്ട്, സിംഗിൾ ബേബീസും ഉണ്ട്. അപ്പോൾ നമുക്ക് ബേബീസായിട്ട് ആദ്യം ഈ സ്വരാക്ഷരങ്ങൾ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ ഫസ്റ്റ് ലെറ്റർ ഇവർ ടിൻസ് ബേബീസാണ് കേട്ടോ. നോക്കിക്കേ, ഇവരിൽ നമുക്ക് ഞാൻ പറഞ്ഞില്ല, ടിൻസിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുമെന്ന് പറഞ്ഞു, ഡിഫറൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞ പോലെ ഈ എന്നുള്ള ലെറ്ററിലാണ് ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ നോക്കിക്കേ, നമ്മൾ നോക്കുമ്പോൾ ഡോക്ടേഴ്സിന് ഇഷ്ടപ്പെട്ട ലെറ്ററാണ്. ഡോക്ടേഴ്സിന് ഇഷ്ടപ്പെട്ട ലെറ്റർ എന്ന് പറയാനുള്ള കാരണം, നമ്മൾ മൗത്ത് ഇൻഫെക്ഷൻ, തോട്ട് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർമാർ എന്ന് പറയില്ലേ, ടോർച്ചൊക്കെ അടിച്ചിട്ട് നോക്കിയിട്ട്. അപ്പം നമ്മൾ വയ്ക്കും. അപ്പോൾ അവർക്ക് ഉൾഭാഗം കാലത്തിൽ അവർ പറയും നമ്മൾ എന്നിങ്ങനെ വയ്ക്കൂലേ. അപ്പോൾ നമ്മുടെ എന്താണ് മൗത്തിൻ്റെ എല്ലാം ക്ലിയർ ആയിട്ട് അവർക്ക് കിട്ടും. അപ്പോൾ ഡോക്ടേഴ്സിന് ഇഷ്ടപ്പെട്ട ലെറ്ററാണ് നെക്സ്റ്റ് കണ്ട, ഇവരും ടിൻസ് പോലെയാണെങ്കിൽ സെയിം തന്നെ. ഇവിടെ ഒരാൾക്ക് ഡിഫറെൻ്റ് ഒരു സിമ്പിൾസ് മാത്രമേ ഡിഫറൻസ് നമ്മൾ കൊടുക്കുന്നുള്ളൂ. എന്ന് പറയുന്ന ലെറ്റർ നോക്കിക്കേ, നമ്മൾ ഫോട്ടോഷൂട്ടിനൊക്കെ പോകുമ്പോൾ ആളുകളൊക്കെ ചിരിക്കാൻ നിൽക്കുന്ന കാണത്തില്ലേ, പല്ല് കാണിച്ച്. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഇഞ്ചി അല്ലെങ്കിൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവർ ചിരിച്ച് കാണിക്കും. നമ്മുടെ സ്മൈലിങ്ങിന് നമുക്ക് നല്ലൊരു ഇതാണ്. നമ്മൾ നല്ല വടിവത്ത് പല്ലൊക്കെയാണ് നമ്മൾ ചിരിച്ച് കാണിക്കുന്നത്. നമ്മുടെ ഫോട്ടോയ്ക്ക് നല്ല ഭംഗി കൂട്ടും. അപ്പം എന്ന് പറയുമ്പോൾ നമുക്ക് സ്മൈലിംഗ് ലെറ്റേഴ്സായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. നെക്സ്റ്റ് ലെറ്ററാണ് ഇവരും ടിൻസ് ലെറ്റേഴ്സാണ്. നോക്കിക്കേ, ഇവിടെ ചെറിയൊരു ഡിഫറൻസ്, ഈ ഒരു സിമ്പിൾ മാത്രമേ നമുക്ക് ചെറിയൊരു ഡിഫറൻസ് കാണാനായിട്ടുള്ളൂ. എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ വിസിലടിക്കുന്ന പറയുന്ന സിമ്പിൾസ് എനിക്ക് വിസിലടിക്കാൻ അത്ര വശമില്ല, പക്ഷേ എന്താണെന്നല്ല നമ്മുടെ ഷേപ്പ് വരുന്ന കണ്ടോ. അപ്പോൾ നമ്മൾ വിസിലിംഗ് ലെറ്റേഴ്സാണ് നെക്സ്റ്റ് നമ്മുടെ വീട്ടിലെ സിംഗിൾ ബേബിയാണ് ഒറ്റയാനാണ്. സിംഗിൾ ബേബിയായിട്ട് നമുക്ക് എറോനെ കൺവേർട്ട് ചെയ്യാം. അതുപോലെ തന്നെ എറൂവിൽ കുറച്ച് ലെറ്റേഴ്സ് നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ ട്രിപ്പിൾ ബേബീസ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ, നെക്സ്റ്റ് നമ്മുടെ ട്രിപ്പിൾ ബേബീസാണ് ഐ. കണ്ടോ, ചേട്ടനെ പോലെ തന്നെയല്ലേ രണ്ടാമത്തതും മൂന്നാമത്തെയും ആളിരിക്കുന്ന നോക്കിക്ക് ചെറിയ ഡിഫറൻസേ ഉള്ളൂ. കണ്ടോ, ഇവിടെ ഒരു 3 പോലെ ഒരു പോർഷൻ ആഡ് ചെയ്യുന്നു. ഇവിടെ എത്തിയ ആൾക്ക് സെയിം മൂത്ത ആളുമായിട്ട് തന്നെ സെയിം ഇരിക്കുന്നു, ഒരു ചിഹ്നം മാത്രമേ ഉള്ളൂ. ഈ ലെറ്റേഴ്സിനെ ഡോണ്ട് ലെറ്റേഴ്സായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. നമ്മൾ ചിലപ്പോൾ ഇനി നോർമലായിട്ട് കൊളോക്കിയലൊക്കെ ആയിട്ട് നമ്മൾ പറയില്ല, ഒരാൾ വേണ്ട അല്ലെങ്കിൽ ചെയ്യുന്ന നമ്മൾ എന്നൊക്കെ നമ്മളിങ്ങനെ ഡോണ്ട് ലെറ്റേഴ്സായിട്ട് അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം. അടുത്ത നമുക്ക് ട്രിപ്പിൾ ബേബീസ് തന്നെയാണ് വരുന്നത്. അവരും ട്രിപ്പിൾ ബേബീസാണ്. നമ്മുടെ ചേട്ടനും അനിയനും എല്ലാം ഒരുപോലെയാണ് ഇരിക്കുന്നത്. ഇവർക്ക് ചെറിയ 2 പേർക്ക് മാത്രം സിമ്പിൾസ് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ തന്നെയാണ് ഇവരെല്ലാം ഇരിക്കുന്നത്. ഇവർക്ക് 2 പേർക്ക് സിമ്പിൾസ് മാത്രമേ ഉണ്ടെന്നുള്ളൂ. നമുക്ക് ലെറ്റേഴ്സുമായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാം. ലെറ്റേഴ്സ് നമ്മൾ പറയില്ല, ഒരാൾ നമ്മൾക്കിതൊരു കൊളോക്കിയലായിട്ട് നമ്മളെന്തെങ്കിലും കേട്ട് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ കേട്ടു അങ്ങനെയൊക്കെയുള്ള നമ്മൾ എന്നൊക്കെയുള്ളൊരു സിമ്പിൾസ് പോലെ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ ഉള്ളതായിട്ട് നമുക്ക് അവരെ കൺവേർട്ട് ചെയ്തെടുക്കാം. അടുത്ത് നോക്കിക്കേ, അടുത്ത 2 ലെറ്റേഴ്സും നമുക്ക് ഈ പറയുന്നത് പോലെ എന്താണ് ടിൻസ് ബേബീസാണ്. ഒരാൾക്ക് ഒരു സിമ്പിൾസ് കൊടുത്തേക്കുന്നു, 2 ആൾക്ക് 2 സിമ്പിൾസ് കൊടുത്തേക്കുന്നു. നമ്മൾ ആദ്യത്തെ എന്താണ് വെച്ച് നമ്മൾ എഴുതാൻ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമുണ്ട്. ഇവിടെ 2 0 പോലെ ഒരു 0യും ഇവിടെ 2 0 പോലെ അല്ലേ കൊടുത്താൽ മാത്രം മതി നമുക്ക്.
ഈ ആ നമ്മൾ നോക്കിക്കേ, ഈ ആ എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്ന ലെറ്ററാണെന്ന് വിചാരിച്ചേ. കുഞ്ഞു ബേബികളൊക്കെ ഉണ്ട് വീട്ടിൽ, അച്ഛനമ്മമാരൊക്കെ ഫുഡ് കൊടുക്കുമ്പോൾ നമ്മൾ കുഞ്ഞുവാവയോടൊക്കെ പറയാറുണ്ടല്ലേ, വെച്ചേ എന്ന് പറഞ്ഞ് നമ്മൾ ഫുഡ് ഇങ്ങനെ കൊണ്ടുവരും. ആ എന്ന് പറയുമ്പോൾ നമ്മൾ മൗത്ത് ഓപ്പൺ ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കുന്ന ലെറ്റേഴ്സാണ് ആ. അപ്പോൾ നമുക്ക് ഈ ലെറ്റർ ഫുഡ്സായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈസിയല്ലേ സ്വരാക്ഷരങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി. ഡോക്ടേഴ്സ് ഇഷ്ടപ്പെടുന്ന ലെറ്റർ, സ്മൈലിംഗ് ലെറ്റർ, വിസിലിംഗ് ലെറ്റർ, സിംഗിൾ ബേബി, അതുപോലെ ഡോണ്ട് ഡു ലെറ്റേഴ്സ്, അതുപോലെ ഓക്കെ ലെറ്റേഴ്സ്, അതുപോലെ ഫുഡിങ് ലെറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാച്ച് ചെയ്യാൻ എളുപ്പമുണ്ടാവും. നമുക്കൊന്നുകൂടി നോക്കാം. ഡോക്ടേഴ്സിന് ഇഷ്ടപ്പെടുന്ന ലെറ്റർ ആ, സ്മൈലി ലെറ്റേഴ്സ് ഇ, വിസിലി ലെറ്റേഴ്സ് ഓ, സിംഗിൾ ബേബി എറോ, അതുപോലെ തന്നെ ഡോണ്ട് ലെറ്റേഴ്സ് എ ഐ, ഓക്കെ ലെറ്റേഴ്സ് ഓ ഔ, അതുപോലെ ഫുഡ് ലെറ്റേഴ്സ് ആ. അപ്പോൾ കുട്ടികൾക്ക് എളുപ്പമുണ്ടാവില്ല പഠിക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ കേട്ടുകൊണ്ട് നിങ്ങൾ റിലാക്സ് ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കൂ. ഇനി കുട്ടികളെ ദേഷ്യപ്പെടുകയോ ഒന്നും വേണ്ട. ഇല്ല ഗൗരിക്കുട്ടി? കണ്ടോ എൻ്റെ സ്റ്റുഡൻറ്റ് ഗൗരിക്കുട്ടിന്ന് ഇഷ്ടമാണോ? കണ്ടോ, നമ്മൾ പഠിച്ചിട്ടില്ലേ? സിമ്പിളല്ലേ? അപ്പോൾ മോർണിംഗ് ടൈമിൽ കുട്ടികൾ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ട് അതിനകത്ത് കുഞ്ഞുങ്ങൾ വന്നത്. അപ്പോൾ അവർക്കത് ഇഷ്ടമാണെന്നാണ് പറയുന്നത് അല്ലേ. നമ്മൾ പഠിച്ച് പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഏടനോട് ചോദിക്കാം, ഏടൻ കുഞ്ഞും വന്നിട്ടുണ്ട്. ഇങ്ങനെ പഠിച്ച മോൻ എളുപ്പമായിരുന്നോ? ഓർത്തിരിക്കാൻ എളുപ്പമായിരുന്നോ? അപ്പോൾ എല്ലാവരോടും പറഞ്ഞ് രണ്ടുപേരും ഓക്കെ എന്ന് പറഞ്ഞ് ഡൺ.